പാറ്റൂർ രാധാകൃഷ്ണൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിൻബലം കൊടുക്കാൻ തീരുമാനിച്ച വി രാജേഷ് പിന്തുണയ്ക്കുന്ന പാറ്റൂർ രാധാകൃഷ്ണൻ 400 പേർ പങ്കെടുത്ത ജനസഭ കഴിഞ്ഞ ദിവസം ചേർന്ന് 23-ാം തീയതി. അപ്പോൾ അതിന് മുമ്പ് ഒരു വലിയ കൺവെൻഷൻ ചേർന്നു. അപ്പോൾ ഈ 101 വാർഡുകൾ എടുത്താൽ തിരുവനന്തപുരം നഗരസഭയിലെ 101 വാർഡുകളിൽ ജനസഭ ഇങ്ങനൊരു മീറ്റിംഗ് ഇലക്ഷന് ശേഷം ചേർന്ന ഏക വാർഡ് കണ്ണമൂലയാണ്. അപ്പോൾ ഒരുപാട് പേരുമായി ചർച്ച ചെയ്ത് സംസാരിച്ച് തലസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനങ്ങൾ വേണം, കണ്ണമൂല വാർഡിന്റെ സമഗ്രമായ വികസനം. ഞാൻ ഈ 3 മുന്നണി സംവിധാനങ്ങളോടും ഈ തയ്യാറാക്കിയ വികസന പത്രിക ഗ്രീൻ ഫ്ലോ കണ്ണമൂല അതുമായി ചെന്ന് കണ്ട കാര്യവും നിങ്ങളെല്ലാവരെയും അറിയിച്ചു. ഇപ്പോൾ ഈ ഒരു BJP തെരഞ്ഞെടുക്കാനുള്ള കാരണമായി മാറിയത്. പക്ഷെ നേരത്തെ തൃശ്ശൂരിലടക്കം BJP അധികാരത്തിലെത്തിയിട്ട് എവിടെ ഒരു ലോക്സഭാ സീറ്റ് ലഭിച്ചിട്ടും അവിടെ പറഞ്ഞ വികസന പദ്ധതികളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അങ്ങനെ വികസനം നടപ്പിലാകും എന്ന് തന്നെയാണോ അങ്ങ് വിശ്വസിക്കുന്നത്? അല്ല, തിരുവനന്തപുരത്ത് ഏതാണ്ട് 50 സീറ്റ് വന്നൊരു സംവിധാനം ഇങ്ങനെ നിൽക്കുമ്പോൾ അവരോട് മുഖം തിരിഞ്ഞ് പുറം തിരിഞ്ഞ് 5 കൊല്ലം നിന്നാൽ പിന്നെ എന്താണ് ഞാൻ എൻ്റെ വാർഡിനെ ആരെ വെച്ചിട്ടാണ് ചെയ്യുക? ആരെയാണ് വിശ്വസിക്കുക? അപ്പോൾ ഇതല്ലേ? അപ്പോൾ വേറെ പാലക്കാടെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തൊന്നോ ഉദാഹരണമായി എടുത്ത് പഠിക്കേണ്ട കാര്യമൊന്നും എന്നെ സംബന്ധിച്ച് ഇക്കാര്യത്തിലില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ 3 മുന്നണി സംവിധാനത്തിന് ലീഡർഷിപ്പിന് ഞാൻ ഈ കാര്യങ്ങൾ ഗ്രീൻ ഫ്ലോ കണ്ണമൂല എന്നുള്ള വികസന പത്രിക കൊണ്ടുകൊടുത്തപ്പോൾ കഴിഞ്ഞ ദിവസം NDAയുടെ ചെയർമാൻ മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്നെ അടുത്തിരുത്തി ഇത് വായിക്കുകയും ഇതിന് ഞങ്ങൾ പരിപൂർണ പിന്തുണ നൽകുമെന്ന് പറഞ്ഞത് മാത്രമല്ല, ഞാൻ പറഞ്ഞു അത് പരസ്യമായി പറയാമെന്ന് ചോദിച്ചപ്പോൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്, രഹസ്യമായിട്ടൊന്നുമല്ല. അതുകൊണ്ട് സാധാരണ നടക്കുന്നത് പോലെ ഏതെങ്കിലും ഒരാൾ ജയിച്ചു വന്നാൽ മുന്നണിക്ക് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കും എഴുതി ഒപ്പിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഈ മേയർ ഡെപ്യൂട്ടി മേയർ കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളിലെല്ലാം ഒരു ജനപക്ഷ നിലപാടായിരിക്കും എൻ്റെ. പൂർണ്ണമായി എല്ലാത്തിനും ആരെങ്കിലും പിന്തുണയ്ക്കാമെന്നൊന്നും ഞാനൊരു ഉറപ്പും കൊടുത്തിട്ടില്ല. നിലവിൽ അങ്ങയുടെ ഒരു പിന്തുണ അത് NDA സംബന്ധിച്ച് ഏറ്റവും അഭിവാജ്യമാണ്. എന്താണ് അവരെന്തെങ്കിലും ഓഫറായിട്ട് പറഞ്ഞത്? സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങൾക്ക് താങ്കൾ എൻ്റെ ഒരു പൊസിഷനിങ്ങും ഒരു പ്രശ്നമല്ല എന്നാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. എൻ്റെ പൊസിഷനിങ് ഉദ്ദേശിച്ചൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം, അതൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതൽ പറയുന്നത് ഈ വാർഡിന്റെ ഡെവലപ്മെന്റ് സംബന്ധിച്ചാണ്. അതിന് വേറെ ഏതെങ്കിലും സംവിധാനമാണ് ഉറപ്പ് വന്നെങ്കിൽ ഞാൻ അവരോടൊപ്പം പോയി. അങ്ങനെ ആരും ഉറപ്പ് വരാത്ത സാഹചര്യത്തിൽ ഇത് മാത്രമേ കരണീയമായിട്ടുള്ളൂ. ഈ പാറ്റൂർ രാധാകൃഷ്ണൻ കണ്ണമൂല വാർഡിൽ നിന്ന് ജയിച്ച ഈ പാറ്റൂർ രാധാകൃഷ്ണനാണ് ഇപ്പോൾ BJP അധികാരത്തിലെത്തിക്കുന്നത്. അദ്ദേഹം 50 പേരുടെ ഭൂരിപക്ഷമാണ് BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളത്. 100 അംഗ 51 പേര് ഉണ്ടെങ്കിലേ കേവല ഭൂരിപക്ഷം ലഭിക്കൂ. അങ്ങനെയാണ് വി രാജേഷിന് അധികാരത്തിലെത്താൻ സഹായിച്ചത്. എന്നാൽ കണ്ണമൂലയുടെ വികസന പദ്ധതി NDA അംഗീകരിച്ചത് കൊണ്ടാണ് താൻ ഈ വഴിക്ക് യാത്ര ചെയ്യുന്നത്. എന്നാൽ ഇത് വിഷയാധിഷ്ഠിതമാണ് എന്ന് പാറ്റൂർ രാധാകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നു. എല്ലാ വിഷയങ്ങൾക്കും പൂർണ്ണമായി പിന്തുണ നൽകുന്ന ഒരു BJP പ്രവർത്തകനെ പോലെ ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ പിന്തുണ എന്ന രീതിയിലാണ് രാധാകൃഷ്ണൻ 24 നടത്തിയ ഈ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.